यस। जवाहर वीरा साहब हेलीकॉप्टर के जरिए सबसे पहले डोडा पर उतरेंगे। वहां से वो बाई रोड किश्तवाड़ जिला पहुंचेंगे। ऐसा ऑफिशियल टूर चार्ट बना है। यस। जवाहर साहब का एस्कॉर्ट कैप्टन कौन है? मिस्टर श्याम। जगमोहन पांडे अलियास नसीर अहमद खान, केस नंबर 191/82/93।
हेलो, यस, जस्टिस उषा वर्मा हाउस। उषा वर्मा को फोन दो। मैंने हु स्पीकिंग? सवाल मत करो, फोन दो उसे। जस्टिस उषा वर्मा हियर। HTF बोल रहा हूं। अगर जगमोहन पांडे का बाल भी बांका हुआ ना, तो ना तुम जिंदा बचोगी और ना तुम्हारी लाडली। तुम्हारी भलाई से जगमोहन पांडे जेल से रिहा हो जाना चाहिए, वरना आ रहा मैम साहब। പാണ്ഡെ റിലീസ് ചെയ്യണമെന്ന് ഒരു ഭീഷണിപ്പെടുത്തൽ. जग्गू पांडे का खून हिंदुस्तान की धरती पे नहीं गिरना चाहिए, क्योंकि इस देश का कानून हमारा कानून नहीं है। जग्गू जेल में नहीं सड़ेगा, उसे वापस लाना है। ठीक है? ठीक है। जस्टिस उषा वर्मा जो मद्रास की है, इससे पहले कि वो जग्गू को सजाए मौत सुनाए, हम उसे मौत की नींद सुला देंगे। हमारे कुछ और साथी जो तिहाड़ जेल में हैं, उन्हें भी हमें वापस लाना है। रजा। सरदार। उस कमीनी की बेटे का नाम क्या है? उन्नी। उन्नी। जग्गू पांडे की गिरफ्तारी का एक तोहफा देना है उसे, उसके बेटे की मौत। ആ, എത്ര നേരമായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. വല്യേച്ചി ഫോണിൽ ആരോ ഭീഷണിപ്പെടുത്തി. ഒരു അനോണിമസ് കോൾ. അനോണിമസ് ഒന്നുമല്ല, ഹിമാനി ടൈഗർ ഫോഴ്സ് എന്നവർ വ്യക്തമായിട്ട് പറഞ്ഞു. ഗവൺമെന്റ് കാശ്മീരിൽ എത്ര ശ്രമിച്ചിട്ടും വഴങ്ങാത്തൊരു ഗ്രൂപ്പാണത്. അറസ്റ്റിലായ ജഗ്മോഹൻ പാണ്ഡെയാണ് അവരുടെ ചീഫ്. അവനെ അവർക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ പ്രോപ്പറായ ട്രെയിനിങ് കൊടുക്കാൻ ഒരാളില്ല. ട്രെയിനിങ് കിട്ടിയ ആളാണ് അയാൾ. FIR-ൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ല. കൊല്ലുമെന്ന് പറഞ്ഞ അവർ കൊല്ലും. നിനക്ക് പേടിയുണ്ടോ എന്തു? എങ്ങനെ വേണേലും മരിക്കാൻ ഞാൻ തയ്യാറാ. ഏതോ ഒരു ബാർബറിക് ഗ്രൂപ്പിന്റെ ഭീഷണിക്ക് മുന്നിൽ കോടതി കീഴടങ്ങാന്ന് വെച്ചാ നോ, അതുണ്ടാവില്ല. ചേച്ചി അത് സീരിയസ് ആയിട്ടല്ല എടുക്കുന്നെങ്കിലും ഞാനത് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി മുതൽ വീട്ടിലും പുറത്തും ഫുൾ പ്രൊട്ടക്ഷൻ വേണം. വേണ്ട രാജ. വേണം. ഹോം മിനിസ്റ്ററുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തോളാം. ആ ചേച്ചി, ഉണ്ണി വന്നില്ലേ? രാവിലെ അവനിങ്ങോട്ട് വന്നല്ലോ. മിത്ര എവിടെ? രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവനൊരു സ്റ്റഡി ടൂറിന് പോകാനുള്ള തിരക്കിലാ. രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു മാസത്തെ പ്രോഗ്രാം. മിത്രമോൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. റിസർച്ചും തിസീസും വെറുതെ രാജ്യം ചുറ്റി നടക്കാനുള്ള സൂത്രങ്ങളാ അതൊക്കെ. 12 മാസവും ദേശാടനം, കൂടെ കുറെ ഫ്രണ്ട്സും. സാൻഡ്വിച്ച് കൾച്ചറും സെന്റ് സേവിയേഴ്സ് കോളേജിലെ ക്യാൻറ്റീനുമാ നിന്റെ ലോകം. നിനക്കൊരിക്കലും എന്നെ മനസ്സിലാവൂല. ഞാനിപ്പോ എന്ത് വേണം? കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഏത് സഹാരയിൽ വേണമെങ്കിലും പോയി ജീവിക്കാം. ആ ട്രിപ്പിന്റെ പേര് സ്റ്റഡി ടൂർ എന്നല്ലല്ലോ. കൂട്ടത്തിൽ ആര് വരുന്നുണ്ടെന്നാ പറഞ്ഞു? ദ ഗ്രേറ്റ് അലക്സാണ്ട്രിയ വ്ളാഡിമിച്ച്. ഷീസ് മൈ ഗൈഡ്. ദേ, നിന്നെ പോലെ തല്ലിപ്പൊളി സ്വഭാവമൊന്നുമല്ല. നൈസ്, നൈസർ ദാൻ എനിത്തിങ്. അങ്ങനെ ഇപ്പൊ സ്റ്റഡി ടൂറിന് പോയി സൊല്ലണ്ട. കല്യാണത്തിന് മുമ്പ് നാട്ടിൽ പോണം. തറവാട്ടിൽ പോയി എല്ലാരെയും കാണണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ മദാമിയുടെ ഒപ്പം ഊര് വെറ്റുക. ഒരിക്കലും തീരാത്ത ഒരു റിസർച്ചും. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതുപോലൊരു കോട്ട എനിക്കിടെ കൊണ്ടുവരണേ. ഏറ്റു നീ. ഇതേ സുഖറാം. രാവിലെ സുഖർ ഒന്നുമില്ല. क्या सुखराम, तुमने सुबह दारू पिया? मुझे माफ कर दीजिए साहब, बड़े अफसोस की बात है साहब. जब मैं कश्मीर में था, मेरे सामने 4 बच्चों का खून किए वो लोग साहब. ബസ് കര സുഖറാം. അതിന്റെ സന്തോഷം കൊണ്ട് കുടിച്ചു പോയതാ. लो सुखराम,
जीते रहो मेरे बच्चे, भगवान तुम्हें लंबी उम्र दे। इस दुनिया में बिल्कुल शांति नहीं है सुखराम, मैं जीना नहीं चाहता हूँ. പോടാ. അങ്ങനെയൊന്നും പറയാതെ കുഞ്ഞെ, സന്തോഷത്തോടെ പോയട്ടെ. മോനെ ഉം. ചെന്ന ഉടനെ ഫോൺ ചെയ്യണം. ശരി അമ്മേ. ചേച്ചി ഞാൻ വൈകുന്നേരം മിക്ക open ആണോ? നമുക്ക് ഡോക്ടറെ കാണണം. പോട്ടെ. ആ. നീ എന്നത്തേക്ക് എത്തും? ഹാർഡ്ലി 1 month. അവിടെ തീസിസിനുള്ള കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. പിന്നെ ജിയോളജിക്കൽ സർവേയിൽ കുറച്ച് ദിവസത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ആ ചേച്ചി പറഞ്ഞിരുന്നു, നീ വന്നാലുടനെ അതങ്ങ് നടത്താം. ഗുരുവായൂർ വെച്ച് മതി, അവിടെ ആകുമ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കാമല്ലോ. പിന്നെ ഹിന്ദുവിന് ഒരു നേർച്ചയുണ്ട് ഗുരുവായൂരമ്പലത്തിൽ, ദീർഘസുമംഗലി പൂജ. അങ്കിൾ എന്നെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്, സമയമുണ്ട്. മുഗൾ എക്സ്പ്രസിനാ. ബൈ അങ്കിൾ. ഓക്കെ ബൈ. ചലോ.